പരമപിതാവേ നമസ്കാരം, പരിശുദ്ധ പരനേ നമസ്കാരം. പരമപിതാവേ നമസ്കാരം, പരിശുദ്ധ പരനേ നമസ്കാരം. തിരുവചനത്താൽ സകലവും ചെയ്ത, തിരുവചനത്താൽ സകലവും ചെയ്ത ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്കൊരു അവസരം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ കർത്താവിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന റോയൽ കാൽവറി മിനിസ്ട്രി, ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന മോൾ, അതുപോലെ തന്നെ സാറ്, എല്ലാവർക്കുമുള്ള പ്രത്യേക നന്ദി. ഒപ്പം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ചത് പാസ്റ്റർ ബാബു ഗുരുക്കൾ അവർകളാണ്. വർഷങ്ങളുള്ള പരിചയം ഞങ്ങൾ തമ്മിൽ ഉണ്ട്. ഏകദേശം 1990 പാസ്റ്റർ ബാബു ഗുരുക്കൾ അവർകളെ ഞാൻ കണ്ടുമുട്ടുന്നത്. കണ്ണൂരുള്ള ചെറുപുഴയിലുള്ള ബൈബിൾ കോളേജിൽ ഞാൻ പഠിക്കാനായിട്ട് വരുമ്പോഴാണ് അദ്ദേഹവുമായിട്ട് എനിക്ക് പരിചയപ്പെടുവാനായിട്ട് ഇടയായത്. അതുപോലെ തന്നെ പാസ്റ്റർ സജി ഉണ്ട്. അതുപോലെ തന്നെ എന്റെ സ്വന്തം നാട്ടുകാരനായ ഇവാഞ്ചലിസ്റ്റ് അലക്സാണ്ടർ വിലായിൽ നിന്ന് അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ എന്റെ സീനിയറും എന്നോടൊപ്പം യുവജനം പഠിച്ച ബാംഗ്ലൂര് ബെറിയൻ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ കോളേജിൽ പഠിച്ച ചന്ദ്രകുമാർ ഡേവിഡ് ഫ്രം നാഗർകോയിൽ അദ്ദേഹം ഉണ്ട്. അതുപോലെ ശബരീഷ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര്, എല്ലാവരും പരിചയമുള്ളവരാണ്. പാസ്റ്റർ വിജയകുമാർ, അങ്ങനെ ഒത്തിരി പേര് പരിചയമുള്ളവരാണ് വേദിയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ആക്ച്വലി എന്റെ ഉള്ളിലും ഒരു പാട്ടുകാരനുണ്ട്, പക്ഷെ ആരും പാടിപ്പിക്കത്തില്ല. കാരണം ഞാൻ പാടി കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് താളം തെറ്റും. അപ്പൊ മിക്കവാറും കൺവെൻഷനോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ അറിയാവുന്ന കൊയറുകാർ പറയും പാടരുത്, കാരണം പാടിയാൽ താളം തെറ്റും. താളം തെറ്റിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാടുന്ന എന്നെയല്ല പറയുന്നത്, തബല വായിക്കുകയും കീബോർഡ് വായിക്കുകയും ചെയ്യുന്നവർ ശരിയായിട്ട് വായിച്ചില്ലെന്ന് ഓഡിയൻസ് വിചാരിക്കും. അവരുടെ പേര് ചീത്തയാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ സാധാരണ പാടാറില്ല. പല കൊയറിലും എന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് കുഞ്ഞുനാളില്. അപ്പം എന്റെ ശബ്ദം കുറച്ച് നീണ്ട ശബ്ദമാണ്. അപ്പൊ താളം, ഭാവം, ലയം ഇത് മൂന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ എന്നാലും ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ വളരെ ആസ്വദിക്കുകയായിരുന്നു പാട്ടുകളെല്ലാം. Really, you were mesmerized me and mesmerized the whole audience of this platform. I appreciate you all, dear ones who participated and presented beautiful songs on this platform. Really appreciate you. I am jealous on you also. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാ പാട്ടുകൾക്കും അതിലൊരു ജീവനുണ്ടായിരുന്നു, അതിലൊരു അർത്ഥമുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. എനിക്കുള്ള സമയം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തിൽ നിർത്താം. എത്ര സമയം എനിക്ക് എന്നോട് പറഞ്ഞത് 20 മിനിറ്റ് ആണ്. എത്ര സമയമുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിർത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രോഗ്രാമിന് ബുദ്ധിമുട്ട് വരികയില്ല. അപ്പൊ ഹോസ്റ്റ് ചെയ്യുന്ന സാറൊന്ന് പറഞ്ഞാൽ കൊള്ളാം, എത്ര സമയം എനിക്കുണ്ടോ? 15 to 20 minutes, sir. ഓക്കെ താങ്ക് യു മോളു. അപ്പൊ നമ്മള് സ്ട്രൈറ്റ് അവേ ഞാൻ ദൈവവചനത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു മനസ്സിൽ വന്ന ഒരു കഥ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാൽ ടെറസിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ എല്ലാം വീക്ഷിക്കുകയാണ്. അങ്ങനെ ഈ മട്ടുപ്പാവിൽ നിന്ന് ആൾക്കാരെ എല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു തോട്ടക്കാരൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പാട്ടുപാടി ആനന്ദിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ്. അപ്പോ ഇത് കണ്ടപ്പോൾ തനിക്കൊരു ചിന്ത, ഞാൻ രാജാവാണ്, ഞാൻ കൊട്ടാരത്തിൽ വസിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണമുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പരിചാരകര് എന്നെ പരിചരിക്കാനുണ്ട്, എനിക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം എനിക്കുണ്ട്. സോ ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ്. ബട്ട് ഉള്ളുകൊണ്ട് എനിക്കത് ആ ഹാപ്പി ആസ്വദിക്കാനായിട്ടോ അല്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാനായിട്ടോ കഴിയുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഭയങ്കര വിഷമമായി. ഇത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുക. ഒരു തോട്ടക്കാരൻ, എന്റെ കയ്യിൽ നിന്നും തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ഒരാള് ഭയങ്കരമായിട്ട് പാട്ട് പാടുന്നു, അദ്ദേഹം ആസ്വാദ്യമായിട്ട് ജീവിതം നയിക്കുന്നു, അദ്ദേഹം തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, ശരിയായിട്ടുള്ള വസ്ത്രമില്ല, ആഹാരമില്ല, പാർപ്പിടമില്ല, എന്നിരുന്നാലും ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് ഇതിന്റെ കാരണം എന്നറിയാനായിട്ട് ഈ രാജാവ് തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ഇദ്ദേഹത്തെ പോലെ ചിരിക്കാൻ കഴിയണം, എനിക്ക് ഇദ്ദേഹത്തെ പോലെ സന്തോഷമായിരിക്കാൻ കഴിയണം, എന്താ വഴി?
അന്നേരം മന്ത്രി പറഞ്ഞു, അതിന് ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. നാളെ രാവിലെ മുതൽ ഈ മനുഷ്യൻ, ഈ തോട്ടക്കാരന്റെ മുഖത്ത് ഈ ചിരിയോ ഈ സന്തോഷമോ ഈ കാണുന്ന ഒരു അസാധ്യമായ പാട്ടൊന്നും കാണില്ല. നാളെ നിങ്ങൾ നോക്കാൻ പറ്റും. രാജാവ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഈ തോട്ടക്കാരൻ തന്റെ കൊച്ചു കുടിലില്, രാജാവ് കൊടുത്തിരിക്കുന്ന കുടിലിൽ താമസിക്കുകയാണ്. നേരം പുലർച്ചെ ആയപ്പോൾ ഇദ്ദേഹം ജോലിക്ക് പോകാനായിട്ട് എഴുന്നേറ്റ് വീടിന്റെ ഡോറ് തുറന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീടിന്റെ മുറ്റത്തെല്ലാം സ്വർണ്ണ നാണയം. ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഷോക്കായി പോയി. അദ്ദേഹം ചുറ്റുപാടുകൾ എല്ലാം നോക്കി. എവിടെ നിന്നാണ് ഈ സ്വർണ്ണ നാണയം വന്നത്? ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും തന്നെ ഇല്ല. ഈ വീട്ടിൽ കിടക്കുകയാണ്, എന്റെ മുറ്റത്ത് ഇങ്ങനെ പൂ പോലെ വിതറി കിടക്കുകയാണ്. ഇദ്ദേഹം ഓരോന്നായിട്ട് പറക്കിയെടുക്കാൻ തുടങ്ങി. 1, 2, 3 എല്ലാം പെട്ടെന്ന് പറക്കിയെടുത്ത് വീട്ടിനകത്ത് കൊണ്ടുവന്നിട്ട് ഭാര്യയെ വിളിച്ചു, മക്കളെ വിളിച്ചു, എല്ലാവരെയും, വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ചുണർത്തിയിട്ട്, നോക്കി, നമുക്ക് ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരിക്കുന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ കാണുന്നതാണ്, ആരോ നമ്മുടെ വീട്ടിൽ കൊണ്ടിട്ടു, നമ്മൾ രക്ഷപ്പെട്ടു, വേഗം ഇതൊന്ന് എണ്ണാൻ പറഞ്ഞു. അങ്ങനെ താനും തന്റെ ഭാര്യയും തന്റെ മക്കളും കൂടെ ഇരുന്നിട്ട് ഇത് എണ്ണാൻ തുടങ്ങി. അങ്ങനെ ഇത് എണ്ണാൻ തുടങ്ങി. അത് 90 ആയി, 91, 92, 97, 98, 99. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഒരു കോയിൻ മിസ്സിംഗ് ആണല്ലോ, 99 കോയിൻസേ ഉള്ളൂ. സോ വെർ ഈസ് വൺ മോർ കോയിൻ? അപ്പൊ മക്കളോട് തന്റെ സ്വഭാവം, ക്യാരക്ടറിൽ ചെറിയ വ്യത്യാസം, അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് ചെറിയൊരു വ്യത്യാസം വന്നു. വ്യത്യാസം എന്ന് പറയുന്നത് അദ്ദേഹം പറയാണ്, എവിടെ പോയി ഒരു കോയിൻ? വേഗം അപ്പൊ കുറച്ചുകൂടെ സീരിയസ് ആയി. അപ്പൊ പിള്ളേരോട് പറഞ്ഞു, നിങ്ങളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത് ശരിയായിട്ടല്ല. അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ മൊത്തമായ ഒരു വ്യത്യാസം. ഭാര്യയോട് അതുവരെ സംസാരിച്ചതിന്റെ ടോണിലല്ല സംസാരിക്കുന്നത്, വ്യത്യസ്തമായിട്ടാണ് സംസാരം. വീണ്ടും എണ്ണാൻ തുടങ്ങി. വീണ്ടും എണ്ണി വന്നപ്പോൾ 95, 96, 97, 98, 99 ഒരു കോയിൻ. ഒരു 6-7 പ്രാവശ്യം എണ്ണിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഫ്രസ്ട്രേഷൻ. Where is one more coin? See, only 99 coins. I have to have one more coin. വളരെ വിഷമം, വളരെ ചിന്താകുലനായി അദ്ദേഹം ജോലിക്ക് കടന്നുപോയി. രാജാവ് നോക്കിയപ്പോൾ അതുവരെ പാട്ട് പാടിക്കൊണ്ട് ജോലി ചെയ്തിരുന്ന മനുഷ്യന്റെ മുഖത്ത് ആ പ്രസന്നതയോ പാട്ടോ ആ സന്തോഷമോ ഇല്ല. അതുവരെ വളരെ ഹാപ്പി ആയിട്ടിരുന്ന മനുഷ്യൻ ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ദേഷ്യത്തോടുകൂടെ, എന്താ ജോലി ചെയ്യുന്നത് ആസ്വദിച്ച് ചെയ്യാൻ കഴിയാത്ത വല്ലാത്തൊരു ഭാവം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായി. ഈ കഥയിൽ നിന്നും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം 99 അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ദൈവം നൽകാത്ത അല്ലെങ്കിൽ തരാത്ത ഒരെണ്ണത്തിന് വേണ്ടി നമ്മൾ so much worried, confused, frustrated. നമ്മളെ ജീവിതം ഇങ്ങനെ നമ്മൾ നേരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ദൈവമക്കളുടെ ഇടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. പലപ്പോഴും എന്തുകൊണ്ട് എനിക്ക് ആ ഒരു കോയിൻ കിട്ടിയില്ല? 99 കയ്യിലിരിപ്പുണ്ട്, 99 നമ്മുടെ ഭവനത്തിലുണ്ട്, നമുക്ക് നല്ല കുടുംബ ബന്ധമുണ്ട്, നല്ല സഹബന്ധമുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്, നല്ല അനുകൂല സാഹചര്യങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്, ആരോഗ്യമുണ്ട്, ഒരുപാട് എണ്ണിയാൽ തീരാത്ത നന്മകൾ നമുക്കുണ്ട്. പക്ഷേ നമുക്കൊന്നും പാടാൻ കഴിയുന്നില്ല, നമുക്കൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല, സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഈ 99 നമ്മൾ മാറ്റിവെച്ചിട്ട് ഈ കിട്ടാത്ത ഒരു കോയിനെ കുറിച്ച് വിഷമിക്കുക. അയ്യോ, അവൻ അതുണ്ട്, എനിക്കിതില്ല, അവൾക്ക് അതുണ്ട്, എനിക്കിതില്ല, എന്റെ അയൽവക്കക്കാരനുണ്ട്, അടുത്ത സഭക്കാരനുണ്ട്, എന്റെ സുഹൃത്തുക്കൾക്കുണ്ട്, എനിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഒരു ഒബ്സർവേഷൻ നടത്തിയപ്പോൾ കാണാൻ കഴിയുന്നത്. എന്നാൽ പാട്ടുപാടിയ കുഞ്ഞുങ്ങൾ, ഇന്ന് പാട്ടുപാടിയ കുഞ്ഞുങ്ങളെ നോക്കിയപ്പോൾ ആ ടെൻഷൻസ് ഒന്നും അവരുടെ മുഖത്തില്ല. അവർ വളരെ പ്രസന്നവരായിട്ട് അത് പാടി, എല്ലാവരും പാടി. ഞാൻ പറഞ്ഞത്, ടെൻഷൻ ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് പാട്ട് പാടാനും നമുക്ക് ആസ്വദിക്കാനും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്ക് ദൈവം നൽകിയ 99 അനുഗ്രഹങ്ങൾ, അതേ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, അതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. എല്ലാവർക്കും ഒരു ഹല്ലേലൂയ പറയാം. അതോർത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയിലേക്ക് ഞാൻ കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എല്ലാവർക്കും പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അതുമായിട്ട് ഒരു തിയോളജിക്കൽ തോട്ട്സ്, ഞാൻ ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങൾക്ക് പറയുവാൻ ആഗ്രഹിക്കുന്ന, ഒരു ഡിവോഷണൽ ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, മാർക്ക് ചാപ്റ്റർ 2, ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് ചാപ്റ്റർ 2. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 1 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗം മാത്രം ഞാൻ വായിച്ച് അതിന്റെ വിവരണത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു.
അതിന്റെ 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് രാത്രികാലം ചില കാര്യങ്ങൾ ഇതിന്റെ എന്നോട് ദൈവം സംസാരിച്ചത് എനിക്ക് തോന്നുന്നു 2-3 സൂം മീറ്റിംഗിൽ ഞാനിത് തന്നെ ആയിരിക്കണം. ഞാൻ ഇംഗ്ലീഷിലായാലും അതുപോലെ തന്നെ മലയാളത്തിലും ഒക്കെ പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത വേദഭാഗം. കാരണം ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്നോട് വളരെ സ്പെസിഫിക് ആയിട്ട് ദൈവം സംസാരിച്ച ഒരു വേദഭാഗമാണ്. ഇവിടെ ഒന്നാമതായിട്ട് അവിടെ കാണാൻ കഴിയുന്നത് യേശു കർത്താവ് വീട്ടിൽ ഉണ്ട് എന്ന സ്തുതിയായി. ഞാൻ ബേസിക്കലി ഒരു പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. വീട്ടിൽ യേശു ഉണ്ടെന്ന സ്തുതിയായി. നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും വീടിന്റെ മുൻ ഭാഗത്ത് എഴുതി വെക്കുന്നുണ്ട്, യേശു ഈ വീടിന്റെ നായകൻ. വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ യേശു ഈ വീട്ടിലുണ്ട്, യേശു എന്റെ രക്ഷകൻ. നിരവധി വാക്യങ്ങളാൽ നമ്മുടെ ഭവനം അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും വാസ്തവമായിട്ട് പ്രാക്ടിക്കലായിട്ട് പച്ചയായ മനുഷ്യനായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുക, യേശു നമ്മുടെ വീട്ടിൽ ഉണ്ടോ? യേശു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്തുതിയാകണം എന്നുള്ളതാണ് അടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നത്. ഒരു സ്തുതി, യേശു ഈ വീട്ടിലുണ്ട് എന്ന സ്തുതിയാണ്. ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് യേശു ഉണ്ട് എന്ന സ്തുതിയാകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കോട്ടേജ് മീറ്റിങ്ങിന് യേശു ഉണ്ട് എന്ന സ്തുതിയാകുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടോ എന്നത് മറ്റുള്ളവർ കേൾക്കാൻ ഇടയുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്കും പ്രഭാത പ്രാർത്ഥനയ്ക്കും ഇടയിലുള്ള നമ്മുടെ ഭവനത്തിന്റെ ശ്രുതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഏത് ശ്രുതിയാണ് കേൾക്കുന്നത്, ഏതാണെന്ന് ഓരോരുത്തർക്കും വിചിന്തനം ചെയ്യാം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന സംസാരത്തിൽ യേശുവിന്റെ സ്തുതിയുണ്ടോ? നമ്മൾ പെരുമാറുന്ന നമ്മുടെ ആ സാഹചര്യത്തിൽ യേശുവിനെ കുറിച്ചുള്ള സ്തുതിയുണ്ടോ? നമ്മുടെ ചുറ്റുപാടില് മറ്റുള്ളവര് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അങ്ങനെ ആയിരിക്കണം. പക്ഷേ പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നവരുമായിട്ട് തൊട്ടടുത്ത വീട്ടുകാര് മിക്കവാറും പടക്കത്തിലായിരിക്കും. തൊട്ടടുത്ത വീട്ടുകാര് മിക്കവാറുമുള്ള ഈ പ്ലാറ്റ്ഫോമിൽ കാണുന്നവരല്ല, ഞങ്ങളുടെ നാട്ടുകാരെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നെയ്യാറ്റിൻകരയല്ല, നെയ്യാറ്റിൻകരക്കാരെ കുറിച്ചാണ് പറയുന്നത്. മിക്കവാറും അടുത്ത വീട്ടുകാരുമായിട്ട് യാതൊരു വിധമാകുന്ന കോംപ്രമൈസും കാണത്തില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണത്തില്ല, പിണക്കമായിരിക്കും. കാരണം യേശു ഉണ്ട് എന്ന് ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞത്, യേശു ഉണ്ട് എന്ന് സ്തുതിയാണ് എങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു പുരുഷാരം അവിടെ കടന്നു വരും, അതിന് യാതൊരു സംശയമില്ല. ഞാൻ ഈ വേദഭാഗം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ പണ്ട് നമ്മുടെ വീടുകളിൽ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം നല്ല വീടുണ്ടായിരുന്നിരിക്കാം. എന്റെ വീട് ഞാൻ പറയാം, ഒരു ഓലപ്പുരയായിരുന്നു. ഈ ഓലപ്പുര ഉണ്ടായിരുന്ന കാലഘട്ടത്തില് എന്റെ വീട്ടില് വൈകുന്നേരം ഒരു കോട്ടേജ് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 100 പേരെങ്കിലും വരും. ഇന്ന് എന്റെ വീട്ടില് ഒരു 25 പേര് അല്ലെങ്കിൽ 10 പേര് വരില്ല. ഞാൻ മതിൽ കെട്ടി ഗേറ്റിട്ടു, ഞാൻ വീട് വെച്ചു. ഇന്ന് എന്റെ വീട്ടില് വരാനായിട്ട് ആൾക്കാർക്ക് മടിയാണോ, ഞാൻ വിളിക്കുന്നതിലുള്ള കുറവാണോ, എന്താണെന്ന് അറിയില്ല. People are not willing to participating the meetings in the houses. അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും പറയുക, ചിന്തിക്കുക എന്താണെന്ന്. അന്നത്തെ കാലത്ത് എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരു മീറ്റിങ്ങിന് പോകാനുള്ള ഒരു ആവേശം, ഒരു വീട്ടിൽ ഉണ്ടാകുന്ന ഒരു കൺവെൻഷൻസ്, അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും യേശു ആ വീട്ടിലുണ്ട് എന്ന സ്തുതിയായി. പക്ഷെ അത് സ്തുതിയായത് കൊണ്ടുള്ള റിഫ്ലക്ഷൻ ആണ്. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. ജനം ഒരുപാടുണ്ട്. യേശു ഉണ്ടെന്ന് സ്തുതിയായി. അതൊരു നല്ലൊരു ഭവനമാണ് ഈ ഭവനം. കവർന്നഹൂമിലെ ഈ ഭവനം വളരെ അനുഗ്രഹിക്കപ്പെടും. ഭവനത്തെ കുറിച്ച് ആരുടെ ഭവനമാണെന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. എന്തായാലും ഈ ഭവനത്തിൽ യേശു ഉണ്ട് എന്ന സ്തുതിയായപ്പോൾ ഒരുപാട് പേര് വന്നുപോയി. Why people are not being attracted by our church, our houses, our lives? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പലപ്പോഴും യേശു ഉണ്ട് എന്നുള്ളത് സ്തുതിയാകുന്നില്ല. അതുകൊണ്ടാണ് ജനം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാത്തതിന്റെ കാരണം. ഇനി ഈ ജനം കൂടി വന്നപ്പോൾ, ഇനിയാണ് എന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ജനം കൂടി വന്നപ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, യേശു ചെയ്ത ഒന്നാമത്തെ കാര്യം, യേശു ചെയ്ത ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അവൻ അവരോട് തിരുവചനം പ്രസ്താവിച്ചു. നമ്മുടെ ഭവനങ്ങളിൽ ഒന്നാമതായിട്ട് ഉണ്ടാകേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ശ്രുതി, യേശു ഉണ്ട് എന്നുള്ള ശ്രുതിയാകുക. രണ്ടാമതായിട്ട് ദൈവവചനം. ഇന്ന് ദൈവവചനത്തിന് പ്രാധാന്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന്
ഇന്ന് ലോട്ട് ഓഫ് കുക്ക്ഡ് അപ്പ് സ്റ്റോറീസ്, കുക്ക്ഡ് അപ്പ് ടെസ്റ്റിമണീസ്, ഒരുപാട് എന്താ വെച്ചുകെട്ടുള്ള വക്കൽ പന്തൽ പോലുള്ള ഒരുപാട് കാര്യങ്ങളാൽ ക്രിസ്തീയ സഭ, ഉപദേശത്തിൽ നിലനിന്നിരുന്ന സഭ പിന്നോക്കം പോയിരിക്കുകയാണ്. ദൈവവചനത്തിന് പ്രാധാന്യമില്ല. ദൈവവചനം എന്താണോ പറയുന്നത് അത് കേൾക്കാനോ അത് മനസ്സിലാക്കാനോ താല്പര്യമില്ല. വചനം പഠിക്കുവാൻ താല്പര്യമില്ല. ഇവിടെ യേശു അവരോട് വചനം പ്രസ്താവിച്ചു എന്നാ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭകളിൽ ഒന്നാമതായിട്ട് വചനത്തിന് പ്രാധാന്യം ഉണ്ടാകട്ടെ. ഒന്നാമതായിട്ട് ദൈവവചനം ആദ്യം മുഴങ്ങട്ടെ. ദൈവവചനത്തിന് മാത്രമേ മനുഷ്യന് രൂപാന്തരം വരുത്തുവാൻ കഴിയുകയുള്ളൂ, മനുഷ്യന് സൗഖ്യം കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവവചനത്തിന്റെ പ്രാധാന്യത യേശുക്രിസ്തു തന്റെ എല്ലാ പ്രസംഗങ്ങളിലും തന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ വ്യക്തമായിട്ട് ഉയർത്തി കാണിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തു തിരുവചനം പ്രസ്താവിച്ചു. ഇനി ഈ തിരുവചനം പ്രസ്താവിക്കുക മാത്രമല്ല, പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തത് 4 പേര് കൂടെ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവരികയാണ്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 പേര് കൂടെ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവരിക. ഈ 4 പേരെയും നമ്മൾ ഓരോരുത്തരായിട്ട് ഇന്ന് രാത്രി കാലം നോക്കാം. ഈ 4 പേരിൽ നമ്മൾ ഓരോരുത്തരും, നമുക്കറിയാം ഈ 4 പേരും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, അദ്ദേഹത്തിന്റെ നാട്ടുകാരനായിരിക്കാം, ആരും ആയിക്കൊള്ളട്ടെ. ഈ 4 പേരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് ഈ മനുഷ്യന് ഒരു മോചനം ഉണ്ടാകണം, ഈ മനുഷ്യന്റെ രോഗത്തിൽ നിന്നും, ഈ മനുഷ്യന്റെ വിഷമസ്ഥിതിയിൽ നിന്നും ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഈ 4 പേരും ഒരുപോലെ ആഗ്രഹിച്ചു എന്നുള്ളതുമാണ്. അതുകൊണ്ടാണ് 4 പേരുടെയും ആ ഒരുമനപ്പെട്ടുള്ള വർക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാൻ ഇവരെ കുറിച്ച് പറയുന്നത്, ഇവര് വെറുതെ പ്രസംഗിക്കുക മാത്രം ചെയ്യുന്നവരല്ല. നമ്മളെ എല്ലാവരും വളരെ നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന എല്ലാ പ്രാസംഗികരാണ് ഇരിക്കുന്നത്. നമ്മളെല്ലാവരും പ്രസംഗിക്കും. പക്ഷെ ഈ 4 പേരും പ്രാക്ടിക്കലാണ്. They were very practical in their work. What they say, they used to follow. അതവരെ പിൻപറ്റുന്നവരായിരുന്നു. അവരുടെ ആഗ്രഹം, നമുക്ക് ആഗ്രഹമുണ്ട്, ഇന്ന സഹോദരൻ അവനൊരു മാനസാന്തരം ഉണ്ടാകണം, ഇന്ന സഹോദരിക്ക് ഒരു വിടുതൽ ഉണ്ടാകണം, ഇന്ന ആൾക്ക് ഇന്ന കാര്യം ഉണ്ടാകണം, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വാഗൊണ്ട് പ്രസംഗിക്കുന്നവരാണ്. പ്രാക്ടിക്കലി പറയല്ല, പ്രാക്ടിക്കലി ഞാൻ ഉൾപ്പെടെ നമ്മൾ പരാജിതരാണ്. ഈ 4 പേരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നായിരുന്നു. നമ്മള് 4 സഭാവിഭാഗം ആയിക്കൊള്ളട്ടെ, 4 വ്യക്തിത്വങ്ങൾ ആയിക്കൊള്ളട്ടെ, ഒരു ഭവനത്തിൽ 4 ആശയങ്ങളുള്ളവരായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, we should have the unity in Christ. Hallelujah. നമുക്ക് ക്രിസ്തുവിൽ ഒരു ഐക്യം ഉണ്ടാകണം. നമ്മുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുക. ഒരു പാപിയുടെ മാനസാന്തരമാണ്. മനുഷ്യൻ രക്ഷിക്കപ്പെടണം, അവൻ നരകത്തിൽ നിന്നും, നിത്യമായ നരകത്തിൽ നിന്നും സ്വർഗരാജ്യത്തിലേക്ക് പോകണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്ത. അങ്ങനെയാണെങ്കിൽ പ്രസംഗം കൊണ്ട് മാത്രം അർത്ഥമായില്ല. നാം ഓരോരുത്തരും പ്രാക്ടിക്കലായിട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു, പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ 4 പേരും, ഒരാൾ പറയാ ഞാൻ ഫ്രണ്ടില് മുൻപേ നടക്കാം, ഞാൻ എന്റെ ഫ്രണ്ടിലെ കാല് പിടിക്കാം. ഇവനെ കട്ടിലാണല്ലോ എടുത്തോണ്ട് വന്നത്, അയ്യോ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാം, അല്ല പുറകെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പിടിക്കുന്നില്ല, നിങ്ങൾ കൊണ്ടുപോകും. അപ്പൊ സൈഡിൽ നിൽക്കാൻ പറയാം, ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കും, എനിക്ക് റൈറ്റ് സൈഡിൽ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ ലെഫ്റ്റ് ഹാൻഡാ. റൈറ്റ് ഹാൻഡ് ഉള്ള ആള് പറയാ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ. There is no confusion. അവർ പുറകെ നിൽക്കുകയോ മുമ്പിൽ നിൽക്കുകയോ സൈഡിൽ നിൽക്കുകയോ എവിടെ വേണേലും നിന്നോട്ടെ, പക്ഷേ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന മനുഷ്യന് ഒരു വിടുതൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ അത്തരത്തിലൊരു ചിന്ത ഉണ്ടെങ്കിൽ ആദിമ ശിഷ്യന്മാരെ ചെയ്തതുപോലെ അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ ശിഷ്യന്മാരെല്ലാവരെയും കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു. അവരെ കണ്ടപ്പോഴേ ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണ് എന്നുള്ള ഒരു സാക്ഷ്യം, ഒരു ഭയവും ഒക്കെ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഒരു ചിന്താഗതി വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ലോകം നമ്മെ കുറിച്ച് ചിലത് പറയുവാനിടയാകും. ചില മനുഷ്യര് നമ്മളുടെ അടുക്കിലേക്ക് കടന്നു വരുവാനിടയാകും. ഇന്ന് അക്രൈസ്തവരായിട്ടുള്ളവരാരും നമ്മളെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്തവരല്ല. നമ്മളെക്കാളും വ്യക്തമായിട്ട് നമ്മളെ നിൽക്കുന്ന പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനങ്ങളും സംഘടനകളും
നമ്മുടെ വകുപ്പുകളും എല്ലാം അവർക്കറിയാം, അതിലെ ന്യൂനതകളെല്ലാം അറിയാം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്നും മത്സരം വെക്കുകയാണ്. ഞാൻ മുൻപിലത്തെ കാല് പിടിക്കാം, കട്ടിലിന്റെ പുറകിലത്തെ കാല് പിടിക്കാം, ഇല്ല ഞാൻ എന്റെ ശിഷ്യന്മാരെ വെച്ചിട്ടുണ്ട്, അവരെടുത്തുകൊണ്ട് വരുമെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആർഗ്യുമെന്റ്സില് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒരു മനുഷ്യന്റെ വിടുതലാണ്. ഈ 4 പേരും അവരുടെ ഒരു ഡെഡിക്കേഷൻ, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു കൺസേൺ, അവരുടെ ഒരു താല്പര്യം, അവരെടുക്കുന്ന റിസ്ക് ചുമ്മാ വീട്ടിനകത്ത് കൊണ്ടുവന്നതല്ല. ജനം തടിച്ചുകൂടി നിൽക്കുക, ഇദ്ദേഹത്തെ അകത്തോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അവരെടുത്ത റിസ്ക്, ആ വീടിന്റെ മേൽക്കൂര പൊളിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി അമേസിംഗ്. their commitment. മേൽക്കൂര പൊളിച്ചു കൊണ്ടുവരുവാനുള്ള അവരുടെ ആ ഒരു വാഞ്ച, ആകാംക്ഷ, നമ്മളതിനെ കാണാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. ആ ഒരു ഡെഡിക്കേഷൻ ഇത് ഇന്നില്ല. എന്തുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർക്കുണ്ടായിരുന്ന സുവിശേഷത്തെ കുറിച്ചുള്ള ഒരു ആവേശം നമുക്കില്ല എന്ന് ചോദിച്ചാൽ എന്താണ് എനിക്ക് മറുപടി എന്ന് പറയാൻ അറിയത്തില്ല. ഞാൻ പറയട്ടെ, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത ആ ഒരു പ്രവർത്തനം, നമ്മുടെ പിതാക്കന്മാർ ചെയ്ത ആ ഒരു ഡെഡിക്കേഷൻ, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ കഷ്ടപ്പാട് ഇന്ന് നമുക്ക് കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമില്ല. നമുക്കെല്ലാം റെഡിമെയ്ഡ് ആയിട്ട് എല്ലാം കയ്യിൽ വേണം എന്നുള്ളതാണ്. ഇന്ന് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇതുപോലെ ഉപയോഗിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. ഒരുപാട് മിനിസ്ട്രികൾ നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ അവരവരുടെ മിനിസ്ട്രി എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു മനുഷ്യനെങ്കിലും മാനസാന്തരപ്പെടണം, ഒരു മനുഷ്യനെങ്കിലും വിടുതൽ പ്രാപിക്കണം, പാപത്തിന്റെ അന്ധകാരത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന് മോചനം വേണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്നില്ല. ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അടച്ചു പറയുന്നില്ല. എന്തായാലും 4 പേരുടെയും ആറ്റിറ്റ്യൂഡ്, അവരുടെ ഡിറ്റർമിനേഷൻ, അവരുടെ പ്രാക്ടിക്കൽ വർക്ക്, അവരുടെ കമ്മിറ്റ്മെന്റ്, അവര് ഏത് എക്സ്റ്റെന്റും പോകാനായിട്ട് തയ്യാറായി. പിന്നെ നമ്മളിവിടെ കാണാൻ കഴിയുന്നത് ഈ 4 പേരെ നമുക്കൊന്ന് വിട്ടിട്ട് താഴോട്ട് വരുമ്പോൾ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കും. അതിനൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അവരുടെ വിശ്വാസം കണ്ടിട്ട് തിയോളജിക്കലി അതിനൊന്നും പോകുന്നില്ല. എന്തായാലും യേശു അടുത്തതായിട്ട് പാപങ്ങൾ മോചിക്കും. ഒന്നാമത് ഞാൻ പറഞ്ഞു, സ്തുതിയായി നമ്മുടെ ഭവനത്തിൽ യേശു ഉണ്ട് എങ്കിൽ അത് സ്തുതിയാകണം. രണ്ടാമതായിട്ട് അവിടെ ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. മൂന്നാമതായിട്ട് ഇവിടെ യേശു അടുത്ത് ചെയ്യുന്നത് അവന്റെ പാപങ്ങൾ മോചിക്കുകയാണ്. ഇന്ന് ദൈവവചനം, പാപമോചനം രണ്ടിനും പ്രാധാന്യമില്ല. ഇന്ന് ആകെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നോക്കിയാലും ഒരു പ്രോസ്പെരിറ്റിയാണ്. അതിലൊന്നും ഞാൻ എതിരല്ല. ദൈവത്തിന് അനുഗ്രഹിക്കാൻ കഴിയും, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം തക്ക സമയത്ത് തരുവാൻ കഴിയും. ദൈവം തരേണ്ടതെല്ലാം കൃത്യസമയത്ത് തരും, യാതൊരു സംശയമില്ല. തന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായും തരും, അതിനൊന്നും എതിരല്ല. പക്ഷേ ഇന്ന് ദൈവജനത്തിനും പാപമോചനത്തിനും യാതൊരു പ്രാധാന്യമില്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ഇന്ന് പാപം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണെന്ന് പാപം എന്ന് ചോദിച്ചാൽ, ഇന്ന് പാപം എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പാപം അതൊരു പാപമാണോ? ഇന്ന് നമ്മൾ അതിനെ ഒരു ഓമന പേരിട്ട് വെച്ചിട്ടുണ്ട്. നമ്മള് ദൈവമക്കളെല്ലാം ഒരു ഓമന പേരിട്ട് വെച്ചിട്ടുണ്ട്, ബലഹീനത എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും അതവിടെ നിൽക്കട്ടെ, ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്തായാലും പാപമോചനം, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ ആദിമ പാപം, ആദാമിനുണ്ടായ ആ പാപം ഇംപ്യൂട്ടഡ് ടു ദ ഹോൾ ഹ്യൂമൻ റൈസ്, എല്ലാ മനുഷ്യരിലേക്കും കടന്നുകൂടി. ആ പാപത്തിൽ നിന്നും ഒരു മോചനം വേണമെന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യം. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ ഈ മനുഷ്യന്റെ പാപങ്ങൾ കർത്താവ് മോചിച്ച് കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മള്, സമയമില്ലല്ലോ, വേഗം പോട്ടെ, അടുത്തതായിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴും ചില സംശയങ്ങളും ചില പ്രശ്നങ്ങളും ഒക്കെ അവിടെ കൂടി വന്നിരുന്നവര് ഉന്നയിക്കുന്നു. എന്നാൽ യേശു അവരോട് പറയുകയാണ്, എഴുന്നേറ്റ് കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് എല്ലാവരും കാണുകയും ഹല്ലേലൂയ. അടുത്തതായിട്ട് രോഗസൗഖ്യം. നമുക്ക്, ഞാൻ ആരും എന്നെ ആ വിഷയത്തിൽ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ കർത്താവിനെ കൊണ്ട് സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ആ ഒരു സൗഖ്യം മാത്രമല്ല, അത് രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ പാപങ്ങൾക്കുള്ള മോചനമാണ്. എന്നാൽ രോഗസൗഖ്യം എന്ന് പറയുന്നത് സം ത്രൂ ദ വാട്ടർ, ചിലര് ജലത്തിലൂടെയും ചിലർ അഗ്നിയിലൂടെയും കടന്നു പോകും. അതൊരു ദൈവനാമഹത്വത്തിനായിരിക്കാം. ചിലരെ ദൈവം സൗഖ്യമാക്കും. ഇന്നും നമ്മുടെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും. ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യമാക്കാൻ കർത്താവിന് കഴിയും. പക്ഷെ ഇന്നത്തെ ഒരു സൗഖ്യമാക്കുന്ന വേദിയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് പെട്ടെന്ന് ബഹളം വെച്ച്, വലിയ വാട്സൊക്കെ വെച്ച്, ഒരു എന്താ പറയാ മണിക്കൂറോളം അങ്ങനെയല്ല. കർത്താവ് വേദപുസ്തകത്തിലേക്ക്, സുവിശേഷ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ സൗഖ്യം എന്ന് പറയുന്നത് വിത്തിൻ എ സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്
കർത്താവ് സൗഖ്യമാക്കും. എന്റെ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. സൗഖ്യമാക്കുന്ന ഒരു കർത്താവാണ്. ഇന്നും അവൻ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും പരമപ്രധാനമായിട്ട് കർത്താവ് ഊന്നൽ നൽകിയത് മനുഷ്യന്റെ പാപ സൗഖ്യമാണ്. എന്നാൽ ഇവിടെ കാണുവാൻ കഴിയുന്നത്, പിന്നെ കാണാൻ കഴിയുന്നത്, ഇവന് സൗഖ്യം വന്നു. സൗഖ്യം വന്നു കഴിഞ്ഞപ്പോൾ ആ 4 പേരെന്തി? ഇവനെ കൊണ്ടുവന്ന 4 പേരെവിടെ ഉണ്ടോ? നാല് പേരെ നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നില്ല ഈ ഭാഗത്ത്. നമ്മളാണെങ്കിൽ ഫ്ലക്സ് അടിച്ച് നമ്മൾ കൃത്യമായിട്ട് വെക്കും. നമ്മുടെ ഫോട്ടോ കൃത്യമായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യും. നമ്മൾ എന്താ പറയുക, അഡ്വർടൈസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഉടനെ തന്നെ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കും. എന്താണെന്ന് ആയാലും കൊള്ളാം, നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇണക്കി കൂട്ടി ഒരു സംഭവമാക്കി ഇതിനെന്ത് ചെയ്യും, നമ്മൾ 4 പേരെ ഫോട്ടോയും നമ്മൾ വെച്ചിട്ട് നമ്മളൊരു ഘോഷയാത്രയൊക്കെ നടത്തി, നമ്മളൊരു ഫേസ്ബുക്ക് ലൈവ് ഇട്ട്, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇനി വേണ്ട ഉള്ള പരിപാടിയെല്ലാം കാണിച്ചോളൂ. പക്ഷെ ഇവിടെ 4 പേരെ കാണാനില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പുകഴുവാനായിട്ട്, നമുക്ക് പറയുവാനായിട്ട്, നമ്മുടെ ക്രെഡിറ്റ് അടിക്കുവാനായിട്ട് ഒന്നുമില്ല. ഈ ഒരു ദൗത്യം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്നെ അവിടുന്ന് ഈ ദൗത്യത്തിനായിട്ട് ഏൽപ്പിച്ചുവല്ലോ, എന്നെ ഈ ദൗത്യത്തിനായിട്ട് അവിടുന്ന് ഉപയോഗിക്കുന്നുവല്ലോ, എന്നെ ഈ ദൗത്യത്തിനായിട്ട് അവിടുന്ന് വേർതിരിച്ചുവല്ലോ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാത്രം മതി. ഇവിടെ മഹത്വപ്പെടേണ്ടത് ദൈവനാമമാണ്. അതാണ് അവിടെ അവസാനം വായിക്കുന്നത്, കാണുവാൻ കഴിയുന്നത്. എല്ലാവരും കൂടി വന്ന എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, ഒരു നാളും കണ്ടിട്ടില്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. ദൈവനാമം നമ്മളിലൂടെ ഇന്ന് രാത്രികാലം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ പാട്ടിലൂടെ ആയാലും, നമ്മുടെ ദൈവവചന കേൾവിയിലൂടെ ആയാലും, നമ്മുടെ ഏത് മേഖലയിലൂടെ ആയാലും ദൈവം നാമം മഹത്വപ്പെടുത്തട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കട്ടെ. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുവാൻ ഇടയായിത്തീർന്ന 4 പേരും അവർക്കുള്ള പ്രതിഫലം നമുക്കറിയാം. അവനവൻ ചെയ്യുന്നത് ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതാകലും തീയതാകലും എല്ലാവരും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നാം കർത്താവിന്റെ ന്യായാസനത്തിന് മുൻപാകെ പ്രതിഫലനത്തിനായിട്ട് നിൽക്കുമ്പോൾ നാം ചെയ്യുന്നതിനുള്ള, ഈ 4 പേരും ചെയ്തതിനുള്ള പ്രതിഫലം അവിടെ നമുക്ക് വാങ്ങാം. ഇവിടെ നമുക്ക് വലിയവനാകുന്നത് നമുക്കൊന്ന് വിടാം. ഞാൻ സൗഖ്യം കൊണ്ടുവന്നു, ഞാൻ അവനാണ് റെക്കമെൻഡ് ചെയ്തത്, ഞാൻ അവനെയാണ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് വിട്ടിട്ട് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിൽ നമുക്ക് പങ്കാളികളാകാം. മാത്രമല്ല, അവിടെ അവസാനമായിട്ട് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. എല്ലാവരും കാണുക, ഉടനെ അവൻ കിടക്ക എടുത്ത് എഴുന്നേറ്റ് എല്ലാവരും കാണുക പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ജനം കാണട്ടെ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഈ 4 പേരിൽ ഒരാളാകാം. ഈ 4 പേരിൽ ഒരാളായി തീരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും, ഒരു വിടുതൽ സംഭവിക്കും. അത് ദൈവനാമം മഹത്വപ്പെടുത്തും. അങ്ങനെ നമ്മളിലൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം സർവ്വ നന്മകളും നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു അവസരം നൽകിയ കർത്തദാസന്മാർക്കും എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിലുള്ള എന്റെ സന്ധ്യാവന്ദനവും നന്ദിയും അറിയിപ്പിച്ചുകൊണ്ട് ദൈവനാമത്വത്തിനായിട്ട് എല്ലാം തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. May God bless you. Thank you all.